4 ഗോളുകൾ അടിച്ച് ബാഴ്സലോണയ്ക്ക് തിരിച്ചു വരാൻ പറ്റുമോ? ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് കോപ്പ ഡെൽ റേ സെമി ഫൈനല് ഫസ്റ്റ് ലെഗിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബാഴ്സലോണ 4 ഗോളുകൾ കൺസിഡർ ചെയ്തത്. ആ ഒരു മത്സരത്തിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സമയത്ത് ചെയ്ത വീഡിയോയിൽ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അന്ന് പെഡ്രി ഇല്ല. അപ്പോൾ മിഡ്ഫീൽഡിൽ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ബാഴ്സയ്ക്ക് കഴിയത്തില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഫോർവേഡിൽ റാഫീഞ്ഞ ഇല്ല. റാഫീഞ്ഞ ഇല്ലെങ്കിൽ ബാഴ്സ ഇല്ല എന്ന അവസ്ഥയാണ് കുറച്ച് കാലമായിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു സമനില, ഇല്ലെങ്കിൽ ഒരു ചെറിയ മാർജിനിലുള്ളൊരു തോൽവി. പക്ഷേ 4 ഗോളിൻ്റെ ഒരു തോൽവി അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സയ്ക്ക് ഇനി 4 ഗോൾ അടിച്ച് ജയിക്കാൻ പറ്റുമോ സെക്കൻഡ് ലെഗിൽ? 2 ദിവസം കഴിയുമ്പോൾ സെക്കൻഡ് ലെഗ് മത്സരം നടക്കാനിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ. ബാഴ്സലോണയെ സംബന്ധിച്ച് കഴിഞ്ഞ 13 മത്സരങ്ങളിലും ബാഴ്സ ക്യാമ്പ് നൗവിൽ തോറ്റിട്ടില്ല. പുതിയ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ അവർ തോറ്റിട്ടേ ഇല്ല. ഇതൊരു റെക്കോർഡാണ്. ഇതിനു മുമ്പ് 15 ഹോം മാച്ചസ് തോക്കാത്തൊരു റെക്കോർഡുണ്ട്. ലൂയിസ് എൻട്രിക്കയുടെ കയ്യിലാണ് ആ ഒരു റെക്കോർഡുള്ളത്. ഇപ്പോൾ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ കയ്യിൽ 13 മത്സരങ്ങൾ തോൽക്കാത്തൊരു റെക്കോർഡുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. 4 ഗോൾ അടിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടീം നിലവിലുണ്ടെങ്കിൽ അത് ഞങ്ങളാണ് എന്നാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാനത് സമ്മതിക്കുന്നു. വേറെ ടീമുകൾക്കൊന്നും പറ്റത്തില്ല എന്നല്ല, ബാഴ്സയ്ക്ക് അതിന് സാധിക്കും. 4, 5, 6 ഗോൾ അടിക്കാൻ ഒരു മത്സരത്തിൽ, ഏത് ടീമോ ആകട്ടെ, വലിയ ടീമോ ചെറിയ ടീമോ ഏത് ടീമോ ആകട്ടെ, ഒരു മത്സരത്തിൽ 4, 5, 6 ഗോളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ടീം ബാഴ്സ തന്നെയാണ്, നോ ഡൗട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സ കളിക്കുന്ന ഗെയിം സ്റ്റൈൽ അങ്ങനെയാണ്. ഹൈ ലൈൻ, ഹൈ അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് ബാഴ്സ. ഇങ്ങനത്തെ ഫുട്ബോൾ കളിക്കുന്ന ടീമുകളെ സംബന്ധിച്ച് ഒരു മത്സരത്തിൽ 4, 5 ഗോൾ അടിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാഴ്സയ്ക്ക് അത് പറ്റും, ഈസി ആയിട്ട് പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കൺസിഡർ ചെയ്യും. 4 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1 ഗോളെങ്കിലും മിനിമം കൺസിഡർ ചെയ്യും. വില്ലാറിയലിനെതിരെ കഴിഞ്ഞ മത്സരം ബാഴ്സലോണ കിടിലനായിട്ട് കളിച്ചു, 4 ഗോൾ സ്കോർ ചെയ്തു, പക്ഷെ 1 ഗോൾ കൺസിഡർ ചെയ്തു. വില്ലാറിയലിന് ബാഴ്സയ്ക്കെതിരെ 1 ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിയത്തില്ലേ? ഫസ്റ്റ് ലെഗിൽ അവർ 4 ഗോൾ അടിച്ചതല്ലേ ബാഴ്സയ്ക്കെതിരെ, അവർക്കും സാധിക്കും. അപ്പോൾ ഇതാണ് പ്രശ്നം. അതായത് നിങ്ങൾ ഗോളൊക്കെ അടിക്കും, 4, 5 ഗോളൊക്കെ നിങ്ങൾ അടിക്കും, പക്ഷേ കൺസീഡ് ചെയ്യും, ഗോൾ കൺസീഡ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് ഇത് ബാഴ്സലോണയുടെ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ ഡിഫൻസിൽ നമ്മൾ വെർജിൽ വാൻഡേക്കിനെയോ വില്യം സലീബയോ ഒക്കെ കൊണ്ട് കളിപ്പിച്ചാലും കൺസിഡർ ചെയ്യും. കാരണം ഹൈ ലൈൻ, ഹൈ അറ്റാക്കിങ് ഫുട്ബോളിൻ്റെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ്. നിങ്ങൾക്ക് അറ്റാക്കുകൾ ചെയ്യാൻ പറ്റണം, തുടരെ തുടരെ അറ്റാക്ക് ചെയ്യുക, അതിലൂടെ ഡിഫൻസ് സേഫ് ആക്കുക. ഇതാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ തുടരെ തുടരെ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അറ്റാക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഷൂട്ടാണ്. ഷൂട്ട് ഒന്നില്ലെങ്കിൽ ഗോളാകും, അല്ലെങ്കിൽ വെളിയിൽ പോകും, അല്ലെങ്കിൽ കീപ്പർ തടയും. ഇത് നടക്കണം. ഷൂട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുകയോ ഷൂട്ട് അടിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയോ പറ്റിക്കഴിഞ്ഞാൽ ആ മത്സരം കയ്യിൽ നിന്ന് പോകും, ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്, ആ മത്സരം കയ്യിൽ നിന്ന് പോകും. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ച് ഡിയോഗോ സിമയോണിയാണ് അവരുടെ പരിശീലകൻ. ഡിഫൻസിലൂന്നി കളിക്കുന്ന ഒരു കോച്ചാണ് അദ്ദേഹം. പല സമയങ്ങളിൽ അത് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. 4 ഗോളിൻ്റെ ലീഡ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഡിഫൻസ് പിടിച്ച് കളിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർക്ക് ലാലിഗ എന്തായാലും അടിക്കാൻ പറ്റത്തില്ല. ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധ്യതയില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിന് തൂക്കാൻ പറ്റുന്ന ഏക ട്രോഫി ഈ സീസണിൽ അത് കോപ്പ ഡെൽ റേ ആണ്. അപ്പോൾ അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിക്കും. അവരെ സംബന്ധിച്ച് 4 ഗോളുകൾ ഡിഫെൻഡ് ചെയ്യുക, 90 മിനിറ്റ് 4 ഗോളുകൾ ഓപ്പണൻറ്റിൻ്റെ ഗ്രൗണ്ടിൽ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ വളരെ ഈസിയാണ്. അവർ ബസ് പാർക്ക് ചെയ്ത് അങ്ങ് വെക്കും. അപ്പോൾ ഈ പാർക്ക് ദ ബസ് എന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഭിത്തി കെട്ടത്തില്ലേ, വീട് പണി നടക്കുന്ന സമയത്ത് ഭിത്തി കെട്ടും. അപ്പോൾ ആ ഭിത്തി ആദ്യത്തെ ദിവസമാണോ അതോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ സ്ട്രോങ് ആയിട്ടിരിക്കുക? ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇതേ സെയിം പ്രോസസ്സാണ്. അതായത് കളി ഓരോ മിനിറ്റ് കഴിയുന്തോറും പാർക്ക് ദ ബസ് എന്ന ആ ഒരു സ്ട്രാറ്റജി സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്കാകുന്നത് അവസാനത്തെ 20 മിനിറ്റിലായിരിക്കും. അപ്പോൾ ബാഴ്സ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളിയുടെ തുടക്കത്തിൽ തന്നെ, കളി തുടങ്ങി ആദ്യ 10 20 മിനിറ്റിനകത്ത് തന്നെ 1 2 ഗോൾ അടിക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഒരു സ്ട്രാറ്റജി വർക്കാകത്തില്ല. കാരണം കയ്യിന്ന് പോവും, ആ ഒരു സ്ട്രാറ്റജി കയ്യിന്ന് പോവും. തുടക്കത്തിൽ തന്നെ ഗോൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാനിക്നെസ് ഉണ്ടാകും. അത് പിന്നെ യൂട്ടിലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തുടക്കം തന്നെ ഗോൾ അടിക്കുക. 10 മിനിറ്റ്, ആദ്യത്തെ 10 മിനിറ്റിലോ 20 മിനിറ്റിലോ ഗോൾ അടിക്കുക.
ഇനി പ്രാർത്ഥ ബസ് എന്ന ആ ഒരു സ്ട്രാറ്റജി അല്ല കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള അതേ സ്ട്രാറ്റജി ആണെങ്കിൽ വലിയ സീനൊന്നുമില്ല. ബാഴ്സയ്ക്കും ഗോൾ അടിക്കാൻ പറ്റും, അത്ലറ്റിക്കോ മാഡ്രിഡിനും ഗോൾ അടിക്കാൻ പറ്റും. പ്രാർത്ഥ ബസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ആദ്യത്തെ 20 മിനിറ്റിനകത്ത് ബാഴ്സ ഗോൾ അടിക്കുക, എന്നാൽ മാത്രമേ ബാഴ്സയ്ക്ക് ആ ഒരു 4 ഗോൾ അല്ലെങ്കിൽ 5 ഗോളൊക്കെ അടിച്ച് കളി ജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇമ്പോസിബിൾ ആണ് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇഞ്ചുറി കേസുകളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റോബർട്ട് ലെവൻഡോസ്കി കളിക്കത്തില്ല എന്നതാണ്. അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ്, അദ്ദേഹം ഈ മാച്ച് കളിക്കത്തില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുള്ളത്. ലെവൻഡോസ്കിയെ സംബന്ധിച്ച്, ബാഴ്സയെ സംബന്ധിച്ച് ലെവൻഡോസ്കി അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ഒന്നുമല്ല. എന്നാൽ പോലും ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച്, ഒരു വലിയ ടീമിനെതിരെയുള്ള ഒരു മാച്ചൊക്കെ വരുന്ന സമയത്ത് ലെവൻഡോസ്കിയെ കളിപ്പിക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിന് കാമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ്, 37 വയസ്സായി, കുറേ കാലമായി കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു ടീമിനെതിരെയും അനായാസം ഗോളടിക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു എൽ ക്ലാസിക്കോ മാച്ച് ഉണ്ടായിരുന്നല്ലോ, സൂപ്പർ കോപ്പ ഡി എസ്പാനോ ഫൈനലിലെ എൽ ക്ലാസിക്കോ മാച്ച്, അതിൽ റോബർട്ട് ലെവൻഡോസ്കി ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണത്. ഒരു ജസ്റ്റ് ഒരു ടച്ചാണത്, ഒരു ചിപ്പിംഗ് പോലത്തെ സാധനമാണ്. അതിനൊക്കെ അന്നത്തെ ഗോളൊക്കെ അടിക്കണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. അല്ലാത്ത പ്ലേയേഴ്സിനൊന്നും അത് സാധിക്കത്തില്ല. എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അങ്ങനത്തെ ഗോൾ അടിക്കാനായിട്ട്. അപ്പോൾ കാരണം കാമായിട്ടിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്, ഒരു അവസരമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാമായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ആദ്യ 11 ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പോലും അവസാനം ഒരു 10-15 മിനിറ്റിൽ വന്നിട്ട് ഒരു അവസരം ബാഴ്സയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് ഗോളാക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ് റോബർട്ട് ലെവൻഡോസ്കി. ബാഴ്സയുടെ ടീമിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അങ്ങേരാണ്, അതിലൊരു സംശയം ആർക്കും കാണത്തില്ല. വയസ്സായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇല്ല, അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷെ കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെഡ്രി ഉണ്ടെങ്കിൽ മിഡ്ഫീൽഡ് ഡോമിനൻസ് ചെയ്യാൻ പറ്റും. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ കളിച്ചിരുന്ന ഫ്രങ്കി ഡിജോങ് ഇല്ല. അതൊരു വലിയ കൺസേൺ ആണ്. ഫ്രങ്കി ഡിജോങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മിഡ്ഫീൽഡിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രങ്കി ഡിജോങ് ഇല്ല, പെഡ്രി ഉണ്ട്, പിന്നെ ഗാവിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല വലിയ രീതിയിൽ. അപ്പോൾ ഇതാണ് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ റാഫീഞ്ഞ തിരിച്ചു വന്നിട്ടുണ്ട്. ബാഴ്സയെ സംബന്ധിച്ച് റോബർട്ട് ലെവൻഡോസ്കിയുടെ ആ ഒരു അഭാവം, അതുപോലെ തന്നെ ഈ ഒരു ഫ്രങ്കി ഡിജോങ്ങിൻ്റെ അഭാവം, ഇത് രണ്ടും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡിജോങ്ങിൻ്റെ കാര്യം ഇപ്പോഴും കൺഫേം ഒന്നും ആയിട്ടില്ല. അദ്ദേഹം കളിക്കാതിരിക്കാം എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ കളിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ചിലർക്ക് അത് പറ്റത്തില്ല, അദ്ദേഹം ഈ മാസം മൊത്തം പുറത്തായിരിക്കും എന്ന് പറയുന്ന മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചില മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗ് മാച്ചൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വരുമെന്ന രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരിക്കാണ്, ഈ 2 പ്ലേയേഴ്സ് മാത്രമേ പരിക്കിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ബാഴ്സയുടെ ആ ഒരു ഫസ്റ്റ് ചോയ്സ് 11 ഈ 2 പ്ലേയേഴ്സാണ് ആ ഒരു പരിക്കിൻ്റെ പ്രശ്നമുള്ളത്. അത്ലറ്റിക് മാഡിൻ്റെ കാര്യമൊന്നും ഞാൻ നോക്കുന്നില്ല വലുതായിട്ട്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ബാഴ്സ, ഈ ഒരു വീഡിയോ അതിനെക്കുറിച്ചാണ്. ബാഴ്സയ്ക്ക് 4 ഗോൾ അടിക്കാൻ പറ്റുമോ, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. എനിക്ക് തോന്നുന്നത് ബാഴ്സയ്ക്ക് 4 ഗോളൊക്കെ അടിക്കാൻ പറ്റും, 4-5 ഗോളൊക്കെ ബാഴ്സ അടിക്കും. പക്ഷെ കൺസീഡ് ചെയ്യും, അതെങ്ങനെ ബാഴ്സ തടയുമെന്നാണ് ആലോചിക്കേണ്ടത്. ബാഴ്സ 1-2 ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് അടിക്കാൻ പറ്റിയാൽ പോസിബിളാണ്. അല്ലാത്ത വശം ഞാൻ ചാൻസ് ഒന്നും കാണുന്നില്ല. ഒരു 30% ചാൻസ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഒരു മാച്ച് പോയി പക്ഷേ ബാഴ്സ ജയിക്കുമായിരിക്കും. പക്ഷേ ബാഴ്സ ഫൈനലിലേക്ക്, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഫൈനലിലേക്ക് ബാഴ്സ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനൊരു 30% ചാൻസേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.